ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഇതിൻ്റെ കോഡ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. PEGAE 182 ഇതിൻ്റെ കോഡ് വരുന്നത്. പല ബ്ലോക്കുകളായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ്, ഇഗ്നോയുടെ എല്ലാ സബ്ജക്റ്റിലും ഇതേപോലെ ബ്ലോക്കുകളായിട്ടാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക. അതിലെ ഫസ്റ്റ് ബ്ലോക്ക് അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷനാണ്. ഓരോ ബ്ലോക്കിലും 4-5 യൂണിറ്റാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഇതിൽ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഒരാളുടെ മനസ്സിലുള്ള ആശയം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക, അത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു സംഗതിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിൽ ധാരാളം പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ യൂണിറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു ചാർട്ട് കാണാം. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് വരുന്ന ചാർട്ടാണിത്. സെൻഡർ, എൻകോഡിങ്, മെസ്സേജ്, ചാനൽ, റിസീവർ, ഡീകോഡിങ്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നുണ്ട് എന്ന് ആദ്യം തന്നെ നിങ്ങളൊന്ന് ചാർട്ടിലൂടെ പരിചയപ്പെടുത്തുന്നു. ഈ ചാർട്ട് ശരിക്കും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് ചോദിക്കുമ്പോൾ ഈ ചാർട്ട് അനുസരിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നീട് നമുക്ക് പറയാം. നമുക്ക് ഈ കോഴ്സിൽ എന്തൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് നോക്കാം. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് പഠിക്കണം. ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ്, അതായത് ഈ ചാർട്ടിലൂടെയാണ് അത് വരുന്നത്. ദെൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോഴുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ, അതവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺവെൻഷൻ ഓഫ് കോൺവെർസേഷൻ, ഡിഫറൻസസ് ബിറ്റ്വീൻ കോൺവെർസേഷൻ ആൻഡ് അതർ സ്പീച്ച് ഇവൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിലെ എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പ്രധാനപ്പെട്ട ടോപ്പിക്ക് മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ളൊരു സെക്ഷൻ കാണാം. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? നിർബന്ധമായിട്ടും നിങ്ങൾ ഇതിനൊരു മീനിങ്ങും ഡെഫിനിഷനും പഠിച്ചു വെക്കുക. കമ്മ്യൂണിക്കേഷൻ എന്താണ്? We all are engaged in communication with others right from our birth. When we interact with others, we are communicating with them. Right now, I am communicating with you through this unit. While you are reading it, you too are in fact communicating with me through this text. നമ്മൾ എല്ലാ സമയത്തും വി ആൾ എൻഗേജ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതേഴ്സ് റൈറ്റ് അവർ ബർത്ത്. നമ്മൾ ജന്മത്തോടു കൂടി തന്നെ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുന്നു. When we interact with others or communicating with them, നമ്മൾ മറ്റുള്ളവരുമായിട്ട് എല്ലാ സമയവും കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ജസ്റ്റ് ബർത്തോട് കൂടി തന്നെ നമ്മൾ ജനന സമയത്ത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ജനിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കുഞ്ഞ് കരയുന്നത് പോലും വിശക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആ സമയത്ത് തന്നെ തുടങ്ങുന്നു. ഇപ്പോൾ പോലും റൈറ്റ് നൗ ഐ ആം കമ്മ്യൂണിക്കേറ്റിംഗ്, ഇതും ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ ഈ ചെയ്യുന്നതും ഒരു കമ്മ്യൂണിക്കേഷനാണ് വിത്ത് യു, നിങ്ങളുമായിട്ട്, ത്രൂ ദിസ് യൂണിറ്റ് വൈൽ യു ആർ റീഡിങ് ഇറ്റ്. നിങ്ങൾ ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷനാണ്, ഞാനിത് പറഞ്ഞു തരുമ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമ്മളും എന്താണ്, കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഓഫൻ സെഡ് ദാറ്റ് വി ലിവ് ഇൻ an age of communication characterized by speed, efficiency and ability to transcend physical geographical limitations. എന്നാൽ ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വേഗതയേറിയതാണ്, എഫിഷ്യൻസി ഉള്ളതാണ്, ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാത്തതാണ്, ഫിസിക്കൽ ബാരിയേഴ്സ്, അതായത് തടസ്സങ്ങളൊന്നും ഇല്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ലോകത്തുള്ള ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ബട്ട് വാട്ട് ഡസ് ഇറ്റ് മീൻ ടു കമ്മ്യൂണിക്കേറ്റ്? ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ശരി, നമ്മൾ ജസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുക, വിവരം കൈമാറുക എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. നമുക്കതിന് ഡിക്ഷണറി മീനിങ്ങിലേക്ക് ഒന്ന് പോകാം. ദ ഡിക്ഷണറി ഡെഫിനിഷൻ: to exchange
or make known by speech, writing or other means to transmit. ആ ഒരു മീനിങ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഡിക്ഷണറി ഡെഫിനിഷൻ, ഡിക്ഷണറിയിൽ കൊടുത്തിട്ടുള്ള ഒരു മീനിങ് എങ്ങനെയാണ്? വിവരങ്ങൾ കൈമാറുക, ടു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ മേക്ക് നോൺ, മറ്റുള്ളവരെ അറിയിക്കുക. എന്തിലൂടെ? ബൈ സ്പീച്ച്, സംസാരിച്ചുകൊണ്ട്, റൈറ്റിംഗ്, എഴുതിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട്. അപ്പം ആ ഒരു മീനിങ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എക്സ്ചേഞ്ച് എന്താണെന്നുള്ളതാണ്? നമ്മുടെ ചിന്തകളെ എക്സ്ചേഞ്ച് ചെയ്യലാണ്. അറിയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫർമേഷനും ഫീലിങ്സൊക്കെ മറ്റുള്ളവരെ അറിയിക്കലാണ്. ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡിക്ഷണറി മീനിങ് നമുക്ക് കിട്ടുക. ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് നോക്കുമ്പോൾ, കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ദാൻ ജസ്റ്റ് മെസ്സേജിങ് ഓർ ഷോപ്പിംഗ് ഇൻഫർമേഷൻ. വിവരങ്ങൾ കൈമാറുക, വിവരം പങ്കുവെക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക എന്നതിനപ്പുറത്ത് ഇതിനൊരു മീനിങ് ഉണ്ട്. അതിനേക്കാൾ വിപുലമാണ് ഇതിൻ്റെ മീനിങ്. ഇറ്റ് ഇൻവോൾവ്സ് ജസ്റ്റ് വേർഡ്സ് ബട്ട് ദ യൂസ് ഓഫ് ആൾ അവർ സെൻസ്. എന്തെങ്കിലും ഒന്ന് പറയുക എന്നുള്ളത് മാത്രമല്ല, വാക്കിലൂടെ പറയുക എന്നുള്ളത് മാത്രമല്ല, ബട്ട് യൂസ് ഓഫ് ആൾ അവർ സെൻസ്, നമ്മുടെ മൊത്തം ഫീലിങ്സ്, നമ്മുടെ സെൻസ് മറ്റുള്ളവരെ അറിയിക്കലാണ്. അത് എന്തൊക്കെയാണ്? വിത്ത് ഫേസ് ടു ഫേസ് ഡയലോഗ്, മുഖത്ത് നോക്കി സംസാരിക്കലാവാം, അവർ ഫേഷ്യൽ എക്സ്പ്രഷൻ ആവാം, ടോൺ ആവാം, ബോഡി ലാംഗ്വേജ് ആവാം, എബിലിറ്റി ടു ലിസൺ വിത്ത് പേഷ്യൻസ്. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഈ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കുക, നോട്ട് ചെയ്ത് വെക്കുക. കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നുള്ളതിന് ഈ ഒരു പാരഗ്രാഫ് എഴുതി വെച്ചാൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് എഴുതാനുണ്ടാകും. ഇനി ഇതിൻ്റെ കൂടെ വേറൊരു സംഗതി പറയുന്നത്, ഫോർ എക്സാമ്പിൾ, the written word, whether in the books and magazine, emails or text, can convey more than just the writing. ബുക്കുകളിലൊക്കെ നമ്മൾ കാണുന്ന ഈ എഴുത്തുകൾ, അതും എന്ത് തന്നെയാണ്? കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം തന്നെയാണ്. അത് ജസ്റ്റ് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഈ എഴുത്ത് എന്ന് പറയാം. അത് പലതും സംസാരിക്കുമ്പോൾ നമ്മളത് സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാണ്ടാവും. എന്നാൽ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ബുക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ, അതവിടെ ഓൾറെഡി റെക്കോർഡായിട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. ഇറ്റ് ക്യാൻ ഇൻസ്പയർ, എലിവേറ്റ് ആൻഡ് എൻകറേജ് ഇഫ് ദാറ്റ് ദ ഇൻറ്റൻഷൻ ഓഫ് ദ റൈറ്റർ. ഇതിൽ പറയുന്ന ചില വേർഡ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാത്തത് ഡിക്ഷണറി നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വേർഡ്സൊക്കെ നമുക്ക് ആവശ്യമുണ്ടാവും. എല്ലാ വേർഡ്സിൻ്റെ മീനിങ് കൂടെ ഞാൻ പറയില്ല കേട്ടോ. നമുക്കൊരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ഓരോ യൂണിറ്റും ഒതുക്കി വിശദീകരിക്കേണ്ടി വരും. ഇറ്റ് ക്യാൻ ആൾസോ കൺഫ്യൂസ് ആൻഡ് എക്സാസ്പറേറ്റ് ഇഫ് വി ആർ നോട്ട് കെയർഫുൾ. ബുക്കിൻ്റെ കാര്യം നമ്മൾ പറയുന്നത്, ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ സാധാരണ കമ്മ്യൂണിക്കേഷനേക്കാൾ കുറച്ച് സ്ട്രോങ് ആണ്. അതിനൊരു പ്രശ്നമുള്ളത്, ഇറ്റ് ക്യാൻ ആൾസോ കൺഫ്യൂസ് ആക്കും, ആൻഡ് എക്സാസ്പറേറ്റ് ഇഫ് വി ആർ നോട്ട് കെയർഫുൾ. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ, ശ്രദ്ധിച്ച് വായിച്ചിട്ടില്ല എങ്കിൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലേ? പലരും എഴുതിയ ബുക്ക്, ഇപ്പോൾ ഒരാളുടെ ബുക്ക് എടുത്തിട്ട് ഒരു വ്യക്തി, സാധാരണ വ്യക്തി വായിക്കുക, അയാൾക്ക് മനസ്സിലാവുന്ന പോലെയല്ല കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ ചിന്താഗതിയുള്ള ഒരാൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ മതഗ്രന്ഥങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, എല്ലാവർക്കും വായിക്കുമ്പോൾ പലർക്കും പല രീതിയിലുള്ള അർത്ഥമാണ് അതെന്ന് കിട്ടുക. ഇനി ശ്രദ്ധിച്ച് മതഗ്രന്ഥങ്ങൾ വായിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥമാണ് അതെന്ന് കിട്ടുക. അപ്പോൾ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ലിൻ ട്രസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി, അവളുടെ ബുക്കിൽ, ഇൻ എ റീസെൻ്റ് ബുക്ക് ഓൺ പങ്ക്ച്വേഷനെ കുറിച്ച് പറയുന്ന ഒരു ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പോയിൻ്റ് ഔട്ട് ഹൗ ഈസിലി മീനിങ് ഓഫ് റിട്ടൺ വേർഡ് ക്യാൻ ആൾട്ടേർഡ് ജസ്റ്റ് റീ അറേഞ്ചിങ് പങ്ക്ച്വേഷൻ. കുത്തും കോമയും മാറുമ്പോൾ പോലും ആ വേർഡ് നേരെ ഓപ്പോസിറ്റായി, ആ വാക്ക്, ആ ഒരു സെൻറ്റൻസ് നേരെ ഓപ്പോസിറ്റായി വരുന്നതിനൊരു ഉദാഹരണം അവരുടെ ബുക്കിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ലാംഗ്വേജ് പഠിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ രസകരമായിട്ടുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഷീ ഇൻവൈറ്റ് അസ്, നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു ടു കമ്പയർ ദ ഫോളോയിങ് സെൻറ്റൻസസ്. 2 സെൻറ്റൻസ് നമ്മൾ കാണിച്ചിട്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ശ്രദ്ധിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ.
ഷീ ഇൻവൈറ്റ്സ്, ഇത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഷീ ഇൻവൈറ്റ്സ് അസ് ടു കമ്പയർ ദ ഫോളോയിങ് സെൻറ്റൻസസ്. 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്, എന്നിട്ട് അത് കമ്പയർ ചെയ്യുകയാണ്. ആ 2 സെൻറ്റൻസ് ഞാൻ ആദ്യം വായിക്കാം. എ വുമൺ വിത്തൗട്ട് ഹെർ മാൻ ഈസ് നത്തിങ്. അതാണ് ഒരു സെൻറ്റൻസ്. ഇനി രണ്ടാമത്തെ നോക്കുക. എ വുമൺ വിത്തൗട്ട് ഹെർ മാൻ ഈസ് നത്തിങ്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ശ്രദ്ധിച്ചു നോക്കുക, ഒരു വ്യത്യാസവും കാണാനില്ല. പക്ഷേ ഇതിൽ കുത്തും കോമയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് 2 സെൻറ്റൻസിൽ. ഇനി നമുക്കതിൻ്റെ അർത്ഥമൊന്ന് അനലൈസ് ചെയ്യാം. എ വുമൺ വിത്തൗട്ട് ഹർ മാൻ എന്നിട്ട് അവിടെ നിർത്തുക. എ വുമൺ, ഒരു സ്ത്രീ, വിത്തൗട്ട് ഹെർ മാൻ, അവളുടെ പുരുഷനില്ലാണ്ട് അല്ലെങ്കിൽ ഭർത്താവില്ലാതെ, ഈസ് നത്തിങ്, ഒന്നുമല്ല, അതായത് പെണ്ണൊന്നുമല്ല എന്ന്, ഒരാണ് കൂടെ വേണം എന്നർത്ഥം. അതേ സെൻറ്റൻസ് തന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ട് എ വുമൺ, പിന്നെ അവിടെ കോളനാണ് ഇട്ടിട്ടുള്ളത്. എ വുമൺ വിത്തൗട്ട് ഹെർ, അവിടെ കോമിട്ടു, ആ ഹെറിൻ്റെ അടുത്ത് തന്നെ കോമിട്ടു. അവളില്ലാതെ, ഒരു സ്ത്രീ, വിത്തൗട്ട് ഹർ, അവളില്ലാതെ. മാൻ ഈസ് നത്തിങ്, പുരുഷനൊന്നുമല്ല, അതായത് ഹസ്ബൻഡ് ഒന്നുമല്ല എന്ന് പറയാം. ഇത് രണ്ടും നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റ് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് രണ്ടാമത്തെ സെൻറ്റൻസ് വന്നുള്ളത്. വുമണാണ് വലുത് എന്നുള്ളത്, പുരുഷനൊന്നുമല്ല എന്നാണ് സെക്കൻഡ് സെൻറ്റൻസിൽ വന്നിട്ടുള്ളത്. സ്ത്രീ ഒന്നുമല്ല എന്നാണ് ഫസ്റ്റ് സെൻറ്റൻസിലും വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ കാര്യം. ഇത് ശരിക്കൊന്ന് ചിന്തിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്താൽ മതി, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ. അപ്പോൾ ഒരു സെൻറ്റൻസ് കമ്മ്യൂണിക്കേഷനിൽ, റിട്ടൺ കമ്മ്യൂണിക്കേഷന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് സൂചിപ്പിക്കാനാണ് ഈ ഒരു എക്സാമ്പിൾ കൂടി തന്നിട്ടുള്ളത്. പിന്നെ ഒരു പാരഗ്രാഫ്, 1-2 പാരഗ്രാഫ് കൂടി ഉണ്ട്. അതൊക്കെ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടൊരു ചാർട്ടുണ്ട്. ആ ചാർട്ടിൽ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ദ ഫോളോയിങ് ഫിഗേഴ്സ് ഗീവ് എ സാമ്പിൾ മോഡൽ ഓഫ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, വെറും ഒരു ആശയം വിനിമയം ചെയ്യുക അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു സംഗതിയല്ല. അതിൻ്റെ പ്രോസസ്സിൽ ധാരാളം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, സെൻഡർ ഉണ്ട്, റിസീവർ ഉണ്ട്, ഇങ്ങനെ 2 ആൾക്കാരുണ്ട്. അവരുടെ ഇടയിൽ നടക്കുന്ന കുറച്ച് പ്രോസസ്സ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും പക്ഷെ അത് ഒരിക്കലും ഒരു സിമ്പിൾ പ്രോസസ്സായിട്ട് കണക്കാക്കാൻ പറ്റില്ല. സിമ്പിൾ പ്രോസസ്സല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് എന്താ പറയുക, നമുക്ക് ദൈവം ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന ചില പ്രോസസ്സ് എന്ന് പറയാം. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ കണ്ണിലേക്ക് ഒരാൾ ഒരു പെൻസിൽ കൊണ്ട് കുത്താൻ വരികയാണ് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊട്ടോ എന്തെങ്കിലും നമ്മുടെ കണ്ണിലേക്ക് തെറിച്ച് വരികയാണെന്ന് വിചാരിക്കുക. ആ തെറിച്ച് വരുന്ന സമയത്തേക്ക് തന്നെ നമ്മുടെ കണ്ണടഞ്ഞു പോകുന്നതായിട്ട് നമുക്കറിയാം. അത് കണ്ണിലെത്തുന്നതിൻ്റെ നിമിഷങ്ങൾക്ക് മുമ്പ്, അത് എത്ര സ്പീഡാണെങ്കിലും ശരി, അടഞ്ഞു പോകും. ആ ഒരു നിമിഷം കൊണ്ട് ആ അടഞ്ഞു പോകുന്നത് പോലും അതിൽ ധാരാളം പ്രോസസ്സ് ഉണ്ടെന്നാണ്. അതായത് ആ വരുന്നതിനെ ഡിറ്റക്റ്റ് ചെയ്യുകയും ആ ഡിറ്റക്റ്റ് ചെയ്തതിനെ തലച്ചോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് തലച്ചോറ് കണ്ണടക്കാനുള്ള നിർദ്ദേശം ഞരമ്പിലൂടെ കൊടുത്താൽ മാത്രമേ ആ കണ്ണടയുള്ളൂ. അപ്പോൾ അത്രയും പ്രോസസ്സ് സെക്കൻഡുകൾ കൊണ്ടാണ് ഇത് നടക്കുന്നത്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിലും തലച്ചോറുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഫസ്റ്റ് കണ്ട ചാർട്ട് നിങ്ങൾ മൈൻഡിൽ വെക്കുക, അതൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക. എന്നിട്ട് അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ. അതായത് സെൻറ്റർ ഉണ്ടാകും. സെൻറ്റർ എന്താണ്, അത് അദ്ദേഹം ഒന്നുകിൽ എഴുതുന്ന ആളായിരിക്കും അല്ലെങ്കിൽ പറയുന്ന ആളായിരിക്കും. അദ്ദേഹത്തിനെയാണ് നമ്മൾ എൻകോഡർ എന്ന് പറയുക, സെൻറ്റർ. നിങ്ങൾ ഈ ചിത്രം നോക്കുക, ഇവിടെ 2 ഹെഡ് കാണിച്ചിട്ടുണ്ട്. അത് ബ്രെയിനാണ് കാണിച്ചിട്ടുള്ളത്. മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ബ്രെയിനിൻ്റെ ഭാഗത്താണ് കാണിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ, ഒരു ആശയം എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് ആദ്യം ഉത്ഭവിക്കുക നമ്മുടെ ബ്രെയിനിലാണ്. ബ്രെയിൻ ഉത്ഭവിച്ചിട്ട് അതിനെ എൻകോഡിങ് എന്ന് പറയുന്നൊരു സാധനം മുകളിൽ കണ്ടല്ലോ, എൻകോഡിങ്. എന്താണ് എൻകോഡിങ്? ഈ എൻകോഡിങ്ങിന് കോഡ് എന്ന് പറയാം. കോഡിലേക്ക് മാറ്റലാണ് എൻകോഡിങ്.
എന്താണ് കോഡിലേക്ക് മാറ്റുക? നിങ്ങളുടെ തലച്ചോറിലൊരു ആശയം. ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ട്. ആ പറയാനുള്ളത് ഇപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, നാളെ 8:30 ലൈവ് ക്ലാസ് ഉണ്ടാകുമെന്ന് നിങ്ങളോട് പറയണം. അത് അക്ഷരങ്ങളോ വാക്കുകളോ ഒന്നും ആയിട്ടുണ്ടാവില്ല. തലച്ചോറിൽ അങ്ങനെ ഒരു വസ്തു ഒരു ആശയമായിട്ട് കിടക്കായിരിക്കും. ആ ആശയത്തിന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് മാറ്റുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയാം. നന്നായി ശ്രദ്ധിച്ചാലേ ഈ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. എൻ്റെ തലച്ചോറിലുള്ള ആശയത്തെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഏത് രൂപത്തിലേക്കാണ് ഞാനതിനെ മാറ്റുക? ഒന്നുകിൽ ഞാനതൊരു വോയിസ് ആയിട്ട് മാറ്റും, അതായത് സ്പീക്കിംഗ്. അല്ലെങ്കിൽ ഞാൻ അതിനൊരു ടെക്സ്റ്റ് ആക്കിയിട്ട് മാറ്റും. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ടെക്സ്റ്റ് ഏതാണോ ആ ടെക്സ്റ്റിലേക്ക് ഞാനത് മാറ്റും. ആ പണിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിസീവർ ഉണ്ടാവും, സെൻഡർ ഉണ്ടാകും, അയാൾ എൻകോഡറാണ്. അയാൾ എൻകോഡിങ് ചെയ്യും, എന്നിട്ട് ആ കണ്ടൻറ്റ് ടെക്സ്റ്റാക്കി മാറ്റും. ആ ടെക്സ്റ്റ് എന്തായിരിക്കും? ഒന്നുകിൽ സ്പീക്കായിരിക്കും. അതിനെ വേറൊരാളിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഗതി ടെക്സ്റ്റായിട്ടാണ് പോയിട്ടുള്ളത്. ആ ടെക്സ്റ്റിനെ ഡീകോഡ് ചെയ്തിട്ട് തലച്ചോറിലേക്ക് നിങ്ങൾ എടുക്കണം. എന്താണ് ഡീകോഡ് ചെയ്യുക? അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ അയച്ചതൊരു ടെക്സ്റ്റാണ്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നാളെ 8:30 ലൈവ് ക്ലാസ് ഉണ്ടാകും എന്നാണ്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ആ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതങ്ങനെ വായിച്ച് വെച്ചാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? അത് നിങ്ങളുടെ തലച്ചോറിലേക്ക് കയറ്റണം. അപ്പോഴേ നിങ്ങൾക്കത് ഓർമ്മ വരുള്ളൂ. അങ്ങനെ തലച്ചോറിലേക്ക് നിങ്ങളതിനെ സ്വീകരിക്കുന്ന പ്രോസസ്സിനെ ഡീകോഡിങ്. ആ അക്ഷരങ്ങൾ നേരെ തലച്ചോറിലേക്ക് കയറില്ല. അതിനൊരു മീനിങ് ഫുള്ളാക്കി മാറ്റിയിട്ട് തലച്ചോറിലേക്ക് കയറ്റിയാലാണ് നിങ്ങളുടെ മൈൻഡിൽ അത് നിൽക്കുക. അതിനെ ഡീകോഡർ എന്ന് പറയും. ആ ഡീകോഡർ ആരാണ്? റിസീവറാണ്. റിസീവറിൻ്റെ പേരാണ് ഡീകോഡർ. അപ്പോൾ ഡീകോഡർ എന്ന് പറഞ്ഞാൽ റിസീവറാണെന്ന് മനസ്സിലാക്കുക. അദ്ദേഹമാണത് വായിക്കുക, അദ്ദേഹമാണത് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. നിങ്ങൾ ഈ ബുക്ക് വായിക്കുന്ന സമയത്ത് ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ച് നോക്കുക. ചിലയിടത്തൊക്കെ അതിൻ്റെ ആൻസർ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ആൻസർ എഴുതുക. ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി നാശാക്കാണ്ട് നിങ്ങൾ റഫ് ബുക്കിലോ മറ്റൊക്കെ എഴുതി വയ്ക്കുക. നമുക്ക് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത് വളരെ ചുരുക്കിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇത് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 persons. 2 ആളാണ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുക. അഡ്രസ്സറും അഡ്രസ്സിയും. അപ്പോൾ നമ്മൾ വേറെ പേരാണ് പറയുന്നത്. നേരത്തെ നമ്മൾ സെൻഡർ റിസീവർ എന്ന് പറഞ്ഞു. അതേ സെൻഡറും റിസീവറും തന്നെയാണ് അഡ്രസ്സറും അഡ്രസ്സിയും. അഡ്രസ്സർ എന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആളാണ്. കേട്ട് മനസ്സിലാക്കുന്ന ആളാണ് അഡ്രസ്സി. ഇതിന് ഒരു ടോപ്പിക് ഉണ്ടാവും, അതായത് ഒരു കണ്ടൻറ് ഉണ്ടാവും. അതിന് മെസ്സേജ് എന്ന് പറയാം. ദ കണ്ടൻറ് ഓഫ് ദ മെസ്സേജ്. ഏത് കൂടെയാണോ നമ്മളത് അയച്ചു കൊടുക്കുക അതിനാണ് ചാനൽ എന്ന് പറയാം, മീഡിയം. അതൊന്നുകിൽ സംസാരത്തിലൂടെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മെയിലോ മറ്റോ ആയിട്ട് അയക്കാം, ടെലിഫോണിലൂടെ പറയാം, നേരിട്ട് പറയാം. ഫോർത്ത് വൺ വരുന്നത് കോഡാണ്. അതായത് ഏത് കോഡാണ് യൂസ് ചെയ്യുക. കോഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ലാംഗ്വേജ് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലുള്ള ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിനെയാണ് കോഡ് എന്ന് പറയുന്നത്. 5 മെസ്സേജ് ഫോം. ഒരു മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സന്ദേശം അയക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിവരം പറയുമ്പം അതിനൊരു ഫോം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് പറയുന്ന സമയത്ത് നാളെ 8:30 ക്ലാസ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതൊരു ഫോർമാറ്റാണ്. ഇനി ഞാൻ വെറുതെ അങ്ങോട്ട് അയക്കാണ് ക്ലാസ് എന്ന് എഴുതിയിട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് മാത്രം അയക്കാണ്. അപ്പോൾ അതിനൊരു ഫോമില്ല. 8:30 ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അയച്ചാൽ അതിനും ഒരു ഫോമില്ല. നേരെ മറിച്ച് അറേഞ്ച് ചെയ്ത് നാളെ കൃത്യം 8:30 PM തന്നെ എഴുതണം. രാത്രി തന്നെ എന്താണ് വ്യക്തമാക്കിയിട്ട് എഴുതിയാൽ അതിനൊരു ഫോർമാറ്റ് വരുന്നുള്ളൂ. അങ്ങനെയുള്ള ഫോർമാറ്റ്, അത് ഗ്രാമർ ബേസിക് ആവാം. അപ്പോൾ മെസ്സേജ് ഫോം ഉണ്ടാകും. എന്തെങ്കിലും പറയുമ്പം പരസ്പരം ബന്ധമില്ലാതെ ഒന്നും പറയാൻ പാടില്ല. then സെറ്റിംഗ്, അതിനൊരു സെറ്റിംഗ് ഉണ്ടാകും. ദ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ സെറ്റിംഗ്. അത് സോഷ്യലോ അല്ലെങ്കിൽ ഫിസിക്കൽ സെറ്റിങ്ങോ ആവാം. വെറുതെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് പറയുക എന്നുള്ളതല്ലാണ്ട്
ഒരു ഉദ്ദേശം ലക്ഷ്യമുള്ള എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള അല്ലേ. അങ്ങനെ ഇപ്പം ഞാനൊരു അങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ മെസ്സേജ് ഇടുമ്പോൾ അവിടെ സോഷ്യൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സെറ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. എക്സാം വരുന്നുണ്ട്, അതിന് പഠിക്കാനുണ്ട്, നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള കുറേ ലക്ഷ്യങ്ങളൊക്കെ അതിനുണ്ട്. ആ ഒരു സെറ്റിംഗ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സെറ്റിംഗ് ഉണ്ട് എന്ന്, സെറ്റിംഗ് ഒരു എലമെൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ 2 പേരുണ്ടാകും, അഡ്രസ്സറും അഡ്രസ് ചെയ്യും, അതിന് സെൻഡർ റിസീവർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇത് ടോപ്പിക് ഉണ്ടാവും, ചാനൽ ഉണ്ടാവും, കോഡ് ഉണ്ടാവും, മെസ്സേജിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാവും, സെറ്റിംഗ് ഉണ്ടാവും. അത്രയാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ദെൻ ചെക്ക് യുവർ പ്രോഗ്രസ് ടു, അതിൽ പറഞ്ഞത് ലുക്ക് അറ്റ് ദ ഫിഗേഴ്സ് വൺസ് അഗെയിൻ. നേരത്തെ കണ്ട ആ പിക്ചർ ഒന്നുകൂടെ നോക്കുക. ക്യാൻ യു റൈറ്റ് എ പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ഇൻ ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പോൾ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കുക. അടുത്ത ഹെഡിങ്ങിലേക്ക് വരുമ്പം ദ റോൾ ഓഫ് ഡീകോഡർ. ഈ ഒരു പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുന്നത് നല്ലതാണ്. ദ റോൾ ഓഫ് ഡീകോഡർ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡീകോഡർ ആരാണെന്ന് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എൻകോഡർ ഉണ്ട്, ഡീകോഡർ ഉണ്ട്. എൻകോഡർ എന്ന് പറയുന്നത് അയക്കുന്ന ആളാണ്, ഡീകോഡർ എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആളാണ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയിലേക്ക്, തലച്ചോറിലെ ആശയങ്ങൾ മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റലാണ്. ഡീകോഡർ എന്ന് പറഞ്ഞാൽ ആ ഭാഷേനെ അയാളുടെ തലച്ചോറിലേക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കലാണ്. അപ്പോൾ ഡീകോഡർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? റിസീവറാണ്. റിസീവർ എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിന് അഡ്രസ്സി എന്ന് പേരുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഞാൻ എന്താണ്? അഡ്രസ്സറാണ്, എൻകോഡറാണ്. നിങ്ങൾ എന്താണ്? ഡീകോഡറാണ്, അഡ്രസ്സിയാണ്. അപ്പോൾ പണി ആർക്കാണ് ഇതിൽ കൂടുതലുള്ളത് എന്ന് ചോദിച്ചാൽ പൊതുവെ നമ്മൾ പറയും എനിക്കാണ് പണി അല്ലേ. ഞാനാണ് ഇങ്ങനെ എന്താ പറയുക, വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാണ്? മിണ്ടാണ്ട് അവിടെ ഇരിക്കുകയാണ് ക്ലാസ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ പണി എനിക്കാണ് എന്നാണ് സാധാരണ പറയാറ്. പക്ഷെ അത് തെറ്റാണ് എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ദ പ്രോസസ് ഓഫ് ഡീകോഡിങ് ബൈ അഡ്രസ് ഈസ് നോട്ട് എ പാസീവ് ആസ് സം പീപ്പിൾ തിങ്ക്. പല ആളുകളും ചിന്തിച്ചിട്ടുള്ളത് അഡ്രസ്സിയുടെ റോള് പാസീവാണ്, അതായത് ഒന്നും മിണ്ടാതിരിക്കലാണ്. പക്ഷേ ഹിസ് ഓർ ഹർ റോൾ ഈസ് ആൻ ആക്റ്റീവ് വൺ. Language, it is said, does not have a meaning. It has a potential for meaning, and the decoder who actively engaged in making meaning on the basis of her background knowledge and the context of the communication. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്ന രൂപത്തിലായിരിക്കില്ല. അത് ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കി തലച്ചോറിലേക്ക് കയറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ, അതായത് ഡീകോഡർ. അപ്പോൾ എന്നേക്കാൾ ഒരു കണക്കിന് പറഞ്ഞാൽ എന്നേക്കാൾ റോൾ ആർക്കുണ്ട്? നിങ്ങൾക്കുണ്ട്. ഞാൻ പറയുന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്കിങ്ങനെ പറഞ്ഞു പോയാൽ മതി. ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളിത് ചിന്തിച്ചിട്ട് സാർ എന്താണോ പറഞ്ഞത് അതെനിക്ക് മനസ്സിലായില്ല, അതൊന്നും കൂടെ നിങ്ങൾ മൈൻഡിലിട്ടിട്ട് ഒന്നിങ്ങനെ പ്രോസസ്സ് ചെയ്ത് നോക്കും. ഇപ്പം മനസ്സിലായി, അങ്ങനെയൊക്കെ അല്ലേ. അപ്പം ഞാൻ എടുക്കുന്ന എഫേർട്ടിനേക്കാൾ കൂടുതൽ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും അഡ്രസ്സർക്ക് മാത്രമല്ല, പറയുന്ന ആൾക്ക് മാത്രമല്ല, കേൾക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടുണ്ട്. അതായത് ടാസ്ക് ഉണ്ട്, അതിനെ തലച്ചോറിട്ട് പ്രോസസ്സ് ചെയ്യുക. ചില ആളുകളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലും വേണ്ടാത്ത വർത്താനം നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. എനിക്കൊരു സെക്കൻഡ് മതി നിങ്ങളൊന്ന് ചീത്ത പറയാൻ. പക്ഷെ അത് കേട്ട നിങ്ങളുടെ മൈൻഡിൽ ഒരു പക്ഷേ അത് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അതൊരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അഡ്രസ്സർക്കല്ല, അഡ്രസ്സിക്ക് കൂടുതൽ എഫേർട്ട് ഉണ്ട് എന്ന് മനസ്സിലാവും. നേരെ മറിച്ച് ഒന്നും ചെവിയിൽ കയറ്റാത്ത ആൾക്കാരാണെങ്കിൽ പ്രശ്നമില്ല. അപ്പം അതൊന്നിവിടെ സൂചിപ്പിക്കുകയാണ് ഈ ഒരു പാരഗ്രാഫിൽ. അതൊന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക. അതിൻ്റെ കൂടെ ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്, അതും കൂടെ വായിക്കുക. ലെറ്റ് us കൺസിഡർ ദ ഫോളോയിങ് അട്ടറൻസ്. അത് മിസ്റ്റർ ഗുപ്ത ഈസ് നോട്ട് കമ്മിങ്. ഒരാൾ വന്നിട്ട് ഒരു ഓഫീസിൽ, ഒരു കമ്പനിയുടെ ഓഫീസാണ്, അവിടെ വന്നിട്ട് പറയാണ് ഗുപ്ത ഇന്ന് വരുന്നില്ല. അയാൾക്ക് അത്ര പറഞ്ഞാൽ മതി, അങ്ങോട്ട് പോവാം. ദ ലിറ്ററൽ മീനിങ് ഓഫ് ദ സെൻറ്റൻസ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്. പ്രയാസമുള്ള സെൻറ്റൻസ് ഒന്നുമല്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് ക്ലിയർ, ബട്ട് ഡു വി നോ വാട്ട് ദ സ്പീക്കർ വാണ്ട്സ് ടു കൺവേ. സംഗതി ശരിയാണ്, വളരെ ക്ലിയർ ആണ്, ഗുപ്ത വരുന്നില്ല. പക്ഷെ മൂപ്പർ പറഞ്ഞു അതെന്തിന് ഇവിടെ വന്ന് പറഞ്ഞത്? അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരു ഓഫീസിലാണ്, ഓഫീസിൽ വന്നിട്ട് ആൾ പറഞ്ഞു ഗുപ്ത ഒന്നും വരണില്ല. ഗുപ്ത വരണില്ല നമുക്ക് എന്താ എന്നുള്ള ചിന്തയാണ് വരിക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്
ഫോർ അവർ ഇൻഫർമേഷൻ, ഇതൊരു ഇൻഫർമേഷനാണ്. ഈസ് ഇറ്റ് എ വാണിംഗ്, അതൊരു ഇൻഫർമേഷൻ ആണോ? ഈസ് ഇറ്റ് എ വാണിംഗ് ഫോർ ദ ഹിയറർ, കേൾക്കുന്ന ആൾക്കൊരു വാണിംഗ് ആണോ? വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ടെക്സ്റ്റ് ഓൺലി ഇഫ് നോ വി കണ്ടക്സ്റ്റ് ഈസ്. ഞാനിത് കംപ്ലീറ്റ് വായിക്കുന്നില്ല, ഞാനിതിൽ ആശയമായിട്ട് പറഞ്ഞുതരാം. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു MDനെ കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റാഫുകൾ തമ്മിലോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജറോ പറഞ്ഞതാവാം, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് ഉദ്ദേശിക്കുക. അവിടെ ഒരാൾ വന്നിട്ട് പറയാണ് ഗുപ്ത ഈസ് നോട്ട് കമ്മിങ്, അത് പറഞ്ഞിട്ട് അയാൾ പോയി. അപ്പോൾ കേൾക്കുന്ന ആൾ ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നൊരു മീറ്റിംഗ് നടക്കുമെന്ന്, ഇന്ന് 10 മണിക്കൊരു മീറ്റിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതിന് MD വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. MDയുടെ പേര് മിസ്റ്റർ ഗുപ്ത എന്നാണ്. അയാൾ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കേട്ട ആൾ മനസ്സിലാക്കേണ്ടത് ഗുപ്ത ഇന്ന് വരുന്നില്ല, അതുകൊണ്ട് ഇന്ന് മീറ്റിംഗ് ഉണ്ടാവില്ല, ഇന്നത്തെ മീറ്റിംഗ് മാറ്റിവെക്കും എന്നൊക്കെയാണ് അതൊന്ന് മനസ്സിലാക്കിയെടുക്കണം. അതാണ് ഒരു ഡീകോഡറുടെ ടാസ്ക്. മൊത്തം ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളുന്നില്ല, നമ്മൾ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടി വരും എന്ന് അറിയാം. അതാണ് നമ്മുടെ ഫാമിലിയിൽ ചിലപ്പോൾ പാരൻസൊക്കെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് രാവിലെ വന്നിട്ടാലും ഫോണിൽ കൂടെ വിളിച്ചിട്ട് ഒറ്റ വാക്കിൽ ഒരു കാര്യം പറയാണ്ട് പോകും. നമുക്കൊന്നും മനസ്സിലാവില്ല, ഇതെന്തിനാ ഇപ്പോൾ ഫാദർ ഇങ്ങനൊരു കാര്യം നമ്മളോട് പറഞ്ഞത്. പിന്നെ നമ്മൾ ആലോചിച്ച് കണ്ടെത്തണം, പറഞ്ഞത് ഇന്നതിന് വേണ്ടിയിട്ടായിരിക്കും, അതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അത് ചിന്തിച്ച് കണ്ടെത്തണം. അപ്പോഴേക്കും നമ്മുടെ മൈൻഡ്, തലച്ചോറ് കുറേ വർക്ക് ചെയ്യും. ആ ഒരു ടാസ്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത്. ബാക്കി നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക, കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സെക്യൂർ പ്രോസസ്സ് 3, ഇത് ഇങ്ങനെ സ്പേസ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത ടോപ്പിക് വരുന്നത് മാക്രോ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ മാക്രോ ഫങ്ഷൻസ്. കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ വെറുതെ സംസാരിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ വെറുതെ ചുമ്മാ ടെക്സ്റ്റ് അയക്കുക എന്നുള്ളതോ ഒന്നുമല്ല. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫങ്ഷൻസുകൾ വരുന്നുണ്ട്. അത് പല രൂപത്തിലുള്ള ഫങ്ഷൻസാണ്. ആ ഫങ്ഷൻസാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇമോട്ടീവ് ഫങ്ഷൻ, സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വൈകാരികമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെ, ആ കമ്മ്യൂണിക്കേഷൻ ഫങ്ഷനെ ഇമോട്ടീവ് ഫങ്ഷൻ എന്ന് പറയാം അല്ലേ. വെറുതെ ചുമ്മാ ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ഇമോട്ടീവ് അല്ല. നിങ്ങൾക്ക് എക്സാം എഴുതാനും എനിക്കത് പഠിപ്പിച്ചിട്ട് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് ക്യാഷ് ഉണ്ടാക്കാം, അതിന് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അല്ലാതെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു റിലേഷനിലൂടെ അല്ല. നേരെ മറിച്ച് ഫാമിലികൾ തമ്മിലോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലോ, ബ്രദർ ആൻഡ് സിസ്റ്റർ തമ്മിലോ എന്തെങ്കിലും കാര്യങ്ങൾ സ്നേഹത്തോടെയൊക്കെ പറയുന്ന സമയത്ത് അതൊരു ഇമോട്ടീവ് ഫങ്ഷനാണ് അവിടെ ഉണ്ടാവുക. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഓ നോ എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ. ദെൻ ഡയറക്റ്റീവ് ഫങ്ഷൻ ഉണ്ട് കമ്മ്യൂണിക്കേഷനിൽ. അതെന്താണെന്ന് വെച്ചാൽ സീക്കിംഗ് ഓഫ് അഫക്റ്റ്, ബിഹേവിയർ, അതേഴ്സ് എക്സെട്ര. ക്ലോസ് ദ ഡോർ പ്ലീസ്, ആ വാതിൽ നടക്ക് എന്നൊക്കെ പറയുന്ന പോലെ നിർദ്ദേശം കൊടുക്കുന്നതിന് നമുക്ക് ഡയറക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയാം. തേർഡ് വൺ ഫാറ്റിക് ഫങ്ഷൻ. ഓപ്പണിംഗ് ദ ചാനൽ ഓർ ചെക്കിംഗ് ദാറ്റ് ഈസ് വർക്കിംഗ്. ഹലോ, ഈസ് ഇറ്റ് തോമസ് കുക്ക്, ക്യാൻ യു ഹിയർ മീ, മിസ്റ്റർ ഗുപ്ത. ഇങ്ങനെ നമ്മൾ എന്താ ഒരു കാര്യം തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ഫാറ്റിക് ഫങ്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹലോ പറയുന്നത് ഒരു തുടക്കം കുറിക്കാം. ഒരാളെ കണ്ടപ്പോൾ ഹലോ എന്ന് പറയാം, അതൊരു തുടക്കം കുറിക്കലാണ്. അതിന് ഫാറ്റിക് ഫങ്ഷൻ എന്ന് പറയാം. ദെൻ പോയറ്റിക് ഫങ്ഷൻ ഉണ്ട്. സംസാരത്തിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ് പോയറ്റിക് ഫങ്ഷൻ. പോയം എന്തിനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോയത്തിൽ വരുന്ന നമ്മൾ വർണ്ണിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പോയത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ വർണ്ണനകൾ, സ്ത്രീയെ പ്രകൃതിയോട് ഉപമിക്കുക, അല്ലെങ്കിൽ പുഴയോട് ഉപമിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ള ഫങ്ഷനുകളെ, സംസാര രീതിയെ പോയറ്റിക് ഫങ്ഷൻ എന്ന് നമുക്ക് പറയാം. ദെൻ റെഫറൻഷ്യൽ ഫങ്ഷൻ. റെഫറൻഷ്യൽ ഫങ്ഷൻ ടു ക്യാരി ഇൻഫർമേഷൻ, വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് നമുക്ക്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു എഡ്യൂക്കേഷനൊക്കെ നമുക്ക് റെഫറൻഷ്യൽ ഫങ്ഷനായിട്ട് ഉപയോഗപ്പെടുത്താം. ദെൻ മെറ്റാലിംഗ്വിസ്റ്റിക് ഫങ്ഷൻ, ലാംഗ്വേജുമായി ബന്ധപ്പെട്ടതാണ്. ഫോക്കസിങ് അറ്റൻഷൻ ഓൺ ദ കോഡ് ഇറ്റ് സെൽഫ്. കോഡ് മീൻസ് ഇവിടെ ലാംഗ്വേജ് ആണ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ദ യൂസ് ഓഫ് ബോത്ത് വില്ല്, ഷാൾ ഈസ് കറക്റ്റ് മോഡേൺ യൂസേജ്. കമ്മ്യൂണിക്കേഷനിൽ
വലിയ ഷാൾ ഒക്കെ യൂസ് ചെയ്യുന്നത് സാധാരണ ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യുന്നതാണ്. അതിന് ഗ്രാമറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഷയിൽ പലപ്പോഴും അപ്ഡേഷനൊക്കെ വരും. അങ്ങനെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് നമുക്ക് മെറ്റാലിംഗ്വിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയാം. ദെൻ കണ്ടക്സ്റ്റുവൽ ഫംഗ്ഷൻ, ക്രിയേറ്റിംഗ് പർട്ടിക്കുലർ കൈൻഡ് ഓഫ് കണ്ടക്സ്റ്റ്. എക്സാമ്പിൾ, റൈറ്റ് ലെറ്റ് us സ്റ്റാർട്ട് മീറ്റിംഗ് നൗ. എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ചില കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അതിനെ കണ്ടക്സ്റ്റുവൽ ഫംഗ്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ കീറി മുറിച്ച് പഠിക്കുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത്, കേട്ടത്, മനസ്സിലാക്കിയത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിവരം കൊടുക്കുക, മറ്റാളെ അറിയിക്കുക എന്ന് മാത്രമാണ്. എന്നാൽ ആ കമ്മ്യൂണിക്കേഷൻ ഇത്രയും വലിയ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. നന്നായിട്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇനി ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ഈ ടോപ്പിക്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ഒന്നിച്ചാണ് ക്വസ്റ്റ്യൻ വരിക. കമ്മ്യൂണിക്കേഷൻ എന്താണ്, കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് എന്താണ്, അതിൻ്റെ എലമെൻറ്റ്സ് എന്താണ്, അങ്ങനെയൊക്കെ കൂടെ ഒന്നിച്ചുള്ള ക്വസ്റ്റ്യനാണ് വരിക. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നിങ്ങൾ പ്ലസ് ടു ലെവലിൽ എഴുതിയ പോലെയൊന്നുമല്ല, വലിയ എസ് എ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻ ഒന്നിച്ചിട്ടാണ് തരികയാണ് 20 മാർക്കിന് ഉണ്ടാവുക. അങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരാറ്. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ഞാൻ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും വായിക്കുന്നില്ല. കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊക്കെ നമുക്കറിയാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നതിനെക്കുറിച്ചൊരു പാരഗ്രാഫ് എഴുതിയിട്ട് വേണം ഇതിൻ്റെ ആൻസർ എഴുതാൻ. അപ്പോൾ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളാണ്. എന്തൊക്കെ കാരണം കൊണ്ട് കമ്മ്യൂണിക്കേഷൻ നല്ലതല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഒന്ന് കോഡാണ്. അത് അഡ്രസ്സി മേ നോട്ട് ഷെയർ ദ സെയിം ലാംഗ്വേജ് ബിറ്റ്വീൻ ദം. കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്, കോഡ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജാണ്. ലാംഗ്വേജ് രണ്ടാളുടെയും ഒരേപോലെ ആവണം. ഒരേപോലെ അല്ല എങ്കിൽ അതൊരു ബാരിയറാണ്. ഒരാൾക്ക് ഫ്രഞ്ച് അറിയാം, മറ്റാൾക്ക് ഫ്രഞ്ച് അറിയില്ല എങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല കമ്മ്യൂണിക്കേഷൻ ആവില്ല എന്ന് പറയാം. ദെൻ വൊക്കാബുലറി. കമ്മ്യൂണിക്കേഷൻ നടന്ന സമയത്ത് വെക്കാബുലറി യൂസ് ചെയ്യണം. വെക്കാബുലറിയിലൂടെയാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുക. സെൻറ്റൻസ് യൂസ് ചെയ്യുമ്പോൾ അഡ്രസ്സിക്ക്, അതായത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലുള്ള ഭാഷ വൊക്കാബുലറി വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ദ മാർക്കറ്റ് ഡീക്ലൈൻഡ് അണ്ടർ ദ പെർസിസ്റ്റൻറ്റ് പിയർ ഹാമറിങ്. വിപണി ഇടിഞ്ഞു എന്നൊക്കെ നമ്മൾ മെസ്സേജ് കാണാറുണ്ട്, ന്യൂസിലൊക്കെ കാണാറുണ്ട്. സാധാരണ കൊമേഴ്സുകാർക്ക് പെട്ടെന്ന് ഇതൊക്കെ മനസ്സിലാവും. എന്നാൽ കൊമേഴ്സ് അല്ലാത്ത കുട്ടികൾക്ക്, വ്യക്തികൾക്ക് ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളോടാണ് സംസാരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അതിനെ വിശദീകരിച്ച് തരണം. നമ്മുടെ മുന്നിലിരിക്കുന്ന കേൾക്കുന്ന ആൾക്കാർ ആരാണോ അവർക്ക് മനസ്സിലാവുന്ന ഭാഷ നമ്മൾ യൂസ് ചെയ്യണം. അല്ലാണ്ട് വലിയ വേർഡ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വെക്കാബുലറി ഒരു തടസ്സമാണ്. ദെൻ കൺസെപ്റ്റ്. ടെക്നിക്കൽ ആൻഡ് കൺസെപ്റ്റ്. ടെക്നിക്കൽ ആൻഡ് സബ്ജക്റ്റ് സ്പെസിഫിക് കൺസെപ്റ്റ് മേ നോട്ട് ബി അണ്ടർസ്റ്റുഡ് ബൈ ആൾ. ടെക്നിക്കലോ അല്ലെങ്കിൽ പ്രത്യേക വിഷയത്തിൽ ബന്ധപ്പെട്ട വാക്കുകളോ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതിനൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഹോൾ ഈസ് എ സിമ്പിൾ ലാംഗ്വേജ് ഇറ്റ് ദ കൺസെപ്റ്റ് മേ നോട്ട് അണ്ടർസ്റ്റുഡ് മീൻ. ബ്ലാക്ക് ഹോൾ എന്ന് കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കറുപ്പാണ്, ഹോൾ എന്ന് പറഞ്ഞാൽ ഹോൾ തന്നെയാണ് അല്ലേ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വേർഡ്സാണ്. പക്ഷേ ഇതെന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇതൊരു ടെക്നിക്കൽ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ്, ഒരു സെൻറ്റൻസാണ്. ഇത് ആർക്കും അല്ല, അധിക പേർക്കും അറിയില്ല. പക്ഷെ അതുമായി ബന്ധപ്പെടുന്നവർക്ക് അറിയാം എന്താണ് ബ്ലാക്ക് ഹോൾ. അപ്പം ലൈവ് ക്ലാസ്സിൽ നമ്മളത് ചോദിച്ചിരുന്നു, ബ്ലാക്ക് ഹോൾ എന്താണെന്ന് ചോദിച്ചപ്പം ചിലർക്ക് അറിയുന്നുണ്ടാവാം, അവർ മിണ്ടാതിരുന്നിട്ടുണ്ടാവും. എന്നാലും ആരും അതിന് ആൻസർ തന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ല എന്നർത്ഥം. അങ്ങനെ ബ്ലാക്ക് ഹോളിനെ കുറിച്ചിട്ട് ഒരാൾ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് പറയണം നിങ്ങൾ ബ്ലാക്ക് ഹോളിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഹോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പ്രകൃതിയെക്കുറിച്ച്, ആകാശത്തെ നക്ഷത്രങ്ങളെക്കുറിച്ച് ഗവേഷണം ചെയ്ത, പുതിയ നക്ഷത്രങ്ങളെ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്. അതുവരെയുള്ള പല കണ്ടുപിടുത്തങ്ങളും തെറ്റാണെന്ന് പറയുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്ത വളരെ മഹാനായൊരു ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിങ്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അദ്ദേഹത്തിൻ്റെ ബുക്കും അവൈലബിൾ ആണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശാസ്ത്ര കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചാൽ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തമാണ്. നക്ഷത്രങ്ങൾ നശിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു.
ഒരു ആകാശത്ത് ഒരു നക്ഷത്രം നശിച്ചാൽ അത് കരിഞ്ഞു പോവുക എന്നാണ് പറയാം. അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെയാണ് ഒരു ഗർത്തം രൂപപ്പെടും എന്നാണ് അദ്ദേഹം അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ആ ഗർത്തത്തിനെയാണ് ബ്ലാക്ക് ഹോൾ, ഒരു വലിയ ഹോൾ തന്നെയാണ്. അപ്പം അതിനെയാണ് ബ്ലാക്ക് ഹോൾ എന്ന് അദ്ദേഹം പേരിട്ട് വിശദീകരിക്കുന്നത്. ആ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അതാണ് കൺസെപ്റ്റ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചില കൺസെപ്റ്റ് ചില ആളുകൾക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ബാക്ക്ഗ്രൗണ്ട് നോളജ് ആൻഡ് ഷെയർഡ് അസംഷൻ. ബാക്ക്ഗ്രൗണ്ട് നോളജ്. വിക്ടോറിയൻ സ്റ്റൈൽ മാൻഷൻ മേ നോട്ട് ബി അണ്ടർസ്റ്റുഡ് ബൈ ലിവിങ് ഔട്ട്സൈഡ് ഇംഗ്ലണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്, ധാരാളം വിഭാഗങ്ങളുണ്ടാകും. ഒരു വിഭാഗത്തിൻ്റെ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ അറിയാലോ, കേരളത്തിൽ തന്നെ അറിയാലോ, കാസർഗോഡും ട്രിവാൻഡ്രവും തമ്മിലൊന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാളെ വെച്ചിട്ട് സംസാരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് മനസ്സിലാവില്ല. അപ്പം അതെന്തുകൊണ്ടാണ്? അത് ആ സംസാര രീതി ടെറിറ്ററിക്ക് അനുസരിച്ച് മാറ്റം വരുന്നത് കൊണ്ടാണ്. ഇതിന് പുറമെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണ്, അതനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങളൊരു +2 ലെവൽ എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഒരു 4ാം ക്ലാസ്സുകാരനെ വിളിച്ചിട്ട് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ പഠനം നിർത്തി അല്ലെങ്കിൽ സ്കൂളിലേ പോയിട്ടില്ല, സ്കൂളൊന്നും കാണാത്ത ഒരു ആദിവാസി സമൂഹത്തിൽ പോയിട്ട് കമ്മ്യൂണിക്കേഷന് പ്രോസസ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും മനസ്സിലാവില്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോളജ് ഇല്ല. അപ്പോൾ കേൾക്കുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് നോളജ് എന്താണോ അതനുസരിച്ച് ആണ് അയാളുടെ കമ്മ്യൂണിക്കേഷൻ നന്നാവുക. അതും ഒരു ബാരിയറായിട്ട് കണക്കാക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ വിക്ടോറിയൻ ഇംഗ്ലീഷിൽ തന്നെ പല രീതിയുണ്ട്. വിക്ടോറിയൻ സ്റ്റൈലുണ്ട്. അത് പുറത്തുള്ള ഇംഗ്ലീഷുകാർക്ക് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. അതിന് പ്രൊനൗൺസിയേഷൻ, ഇൻഡോനേഷ്യൻ ആക്സെൻറ്റ്, സ്ട്രെസ്സ് ഇൻ സ്പോക്കൺ ലാംഗ്വേജ്. ചില കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പറയുക, അല്ലെങ്കിൽ അതിൻ്റെ ആക്സെൻറ്റ്. ഇപ്പോൾ അമേരിക്കൻ ആക്സെൻ്റ് ഉണ്ട്, ബ്രിട്ടീഷ് ആക്സെൻറ്റും ഉണ്ട്. അമേരിക്കൻ ആക്സെൻറ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പല കാര്യങ്ങൾക്ക് ഇപ്പോൾ വേർഡ്സ് തന്നെ, ഇംഗ്ലീഷിലെ വേർഡ്സ് റിട്ടൺ പോലും പലതും മാറിക്കഴിഞ്ഞു. അത് അമേരിക്കൻ ആക്സെൻറ്റ് വരുന്നത് വേറെയാണ്, ബ്രിട്ടീഷിൻ്റെ വരുന്നത് വേറെയാണ്. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ അനലൈസ് എന്ന് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിരുന്നത് ലാസ്റ്റ് SE വെച്ചിട്ടാണ്, അനലൈസ്. ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ Z വന്നിട്ടുണ്ട്. ഇതൊക്കെ അമേരിക്കൻ യൂസേജിൻ്റെ സ്വാധീനത്തിലൂടെയാണ് അങ്ങനെയൊക്കെ വന്നത്. അപ്പം അക്ഷരങ്ങളൊക്കെ അങ്ങനെ മാറ്റി യൂസ് ചെയ്യുന്നത്, മാറ്റിയാണ് മറ്റുള്ള ഇതിൽ യൂസ് ചെയ്യുന്നത്, 2 ആക്സെൻറ്റിലും യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതും എന്താണ്, പ്രൊനൗൺസിയേഷനിലോ ആക്സെൻറ്റിലോ സ്ട്രെസ്സിലോ ചില കാര്യങ്ങളിൽ മാത്രം സ്ട്രെസ് ചെയ്ത് പറയുമ്പം അതിന് പ്രാധാന്യം കൊടുത്ത് പറയുമ്പോൾ അതിൻ്റെ മീനിങ് മാറും. കൾച്ചർ സ്പെസിഫിക് കമ്മ്യൂണിക്കേഷൻ മേ കോസ് ദ മിസ്അണ്ടർസ്റ്റാൻഡിങ്. എല്ലാ സ്ഥലത്തും പോയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. കൾച്ചർ സ്പെസിഫിക് ഉണ്ടാകും. ചിലയിടത്ത് അവരുടേതായ സംസ്കാരം ഉണ്ടാകും. ആ സംസ്കാരത്തിനനുസരിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇംഗ്ലണ്ടിൽ സംസാരിക്കുന്ന പോലെ ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ട് സംസാരിക്കാൻ, കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ വന്നിട്ട് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ കൾച്ചറിനനുസരിച്ചുള്ള സംസാര രീതി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ഇത് പിന്നെ സാധാരണ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടാവുക, അഡ്രസ്സിൻ്റെയും ഇടയിൽ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടാവുക. അതായത് പറഞ്ഞാൽ എത്താതിരിക്കുക, കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുണ്ടാകുന്ന കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവുക, ബഹളങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫെയിലാകും. അതൊരു ബാരിയറായിട്ട് കണക്കാക്കാം. ദെൻ അഫക്റ്റീവ് ഫാക്ടേഴ്സ്. അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഫാക്ടേഴ്സ്. എക്സാമ്പിൾ ആങ്സൈറ്റി, ഫിയർ, ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻ, ബിലീഫ്, വാല്യൂസ്, ലാക്ക് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ്, ലാക്ക് ഓഫ് ടൈം, പ്രഷർ ഓഫ് വർക്ക്, ലാക്ക് ഓഫ് അറ്റൻഷൻ, പേഴ്സണൽ റിവാലറീസ്. ഇതൊക്കെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. ഒരാൾക്ക് വല്ലാത്ത വിഷമമുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ആകാംക്ഷ, ആങ്സൈറ്റി, ഒരു ആവലാതി എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അയാളോട് എന്തെങ്കിലും പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല. പേടിയുള്ള സമയത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആറ്റിറ്റ്യൂഡ്, ചില ആളുകൾക്ക് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം. ദെൻ മോട്ടിവേഷൻ, ബിലീഫ്, വാല്യൂ, വിശ്വാസമില്ലായ്മ, ജോലിയുടെ പ്രഷർ, ഈ സമയത്തും ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ലാക്ക് ഓഫ് അറ്റൻഷൻ, അതിന് ശ്രദ്ധയില്ലായ്മ. ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്താണ്, ബാരിയറാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത്. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക.
പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ടോപ്പിക് വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ കൂടുതൽ ഈ ഒരു ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഈ ഒരു ചാർട്ട് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഈ ചാർട്ട് പഠിച്ചു വെച്ചിട്ട് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കുക. അത് വെർബൽ കമ്മ്യൂണിക്കേഷനുണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുണ്ട്. വെർബൽ എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. നോൺ വെർബൽ എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കാതെ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അക്ഷരങ്ങൾ, ആക്ഷൻ, ഒരു ട്രാഫിക് പോലീസിൻ്റെ ആക്ഷൻ കൊടുത്തിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ സംസാരിക്കണമെന്നില്ല, നമ്മുടെ ഫേസ് കൊണ്ട്, കണ്ണുകൊണ്ടൊക്കെ നമുക്ക് സംസാരിക്കാമല്ലോ. അപ്പം ആ രീതിയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ വരുന്നുണ്ട്, വെർബൽ ഓറൽ വരുന്നുണ്ട്, റിട്ടൽ വരുന്നുണ്ട്, വിഷ്വൽ വരുന്നുണ്ട്. മറ്റേതിൽ ആകെ ജസ്റ്റ് ആക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം അത് ആ ഒരു കാര്യം നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അപ്വേർഡ്, ഡൗൺവേർഡ്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്വേർഡ്, ഡൗൺവേർഡ് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഏത് സംഘടനയാണെങ്കിലും അവിടെ മുകളിലുള്ള ആൾക്കാർ, ഉന്നത അധികാരികൾ താഴെയുള്ള ആളുകൾക്ക് ആശയങ്ങൾ വിനിമയം ചെയ്യുന്നതിന് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ നേരെ താഴേക്ക് എന്നാണ് അർത്ഥം. അപ്വേർഡ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. താഴെയുള്ള ആളുകൾ, സബോർഡിനേറ്റ്സ്, മുകളിലുള്ള നേതാക്കന്മാർക്ക് വിവരം കൊടുക്കുന്നതിനെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരേ ലെവലിലുള്ള ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വേറൊരു സംഗതി ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള, നമ്മൾ ഒരു സംഘടനയോ അല്ലെങ്കിൽ ബിസിനസ്സോ ആണെങ്കിൽ ആ ബിസിനസ്സിലെ മാനേജറുടെ അറിവോട് കൂടി നടത്തുന്ന, ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി നടത്തുന്ന കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെ സംഘടനാപരമായിട്ടുള്ളതൊന്നും അല്ലാതെ പേഴ്സണലായിട്ടുള്ള, നിങ്ങളോടിപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ഔപചാരിക കമ്മ്യൂണിക്കേഷനാണ്. ഇനി പേഴ്സണലായിട്ട് നിങ്ങളെ വിളിച്ചിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവട്ടോ. അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയാത്തത്. റിട്ടൺ വേഴ്സസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഇതും നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക. ഏതെങ്കിലും വേർഡ്സ് കിട്ടാത്തതുണ്ട് എങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ കാര്യമൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ. ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, മുഖാമുഖം കണ്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. അവിടെ ഫസ്റ്റ് ഒരു പാരഗ്രാഫ് കാണാം. ബ്രൗൺ ആൻഡ് യോൾ 1983 used two terms to describe major functions of language. 1983 എഴുതിയ ഇദ്ദേഹത്തിൻ്റെ ബുക്കിൽ ലാംഗ്വേജിലെ രണ്ട് മേജർ ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഫേസ് ടു ഫേസ് കോൺവെർസേഷനിൽ വരുന്ന രണ്ട് ഫങ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് ട്രാൻസാക്ഷണൽ ഫങ്ഷനും മറ്റൊന്ന് ഇൻ്ററാക്ഷണൽ ഫങ്ഷനുമാണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച്, ഭാഷയെ കുറിച്ചൊക്കെ ധാരാളം പഠിക്കാനുണ്ട്. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ കണ്ടെത്തുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ട്രാൻസാക്ഷണൽ ഫങ്ഷനുണ്ട് കമ്മ്യൂണിക്കേഷനിൽ, ഇൻ്ററാക്ഷണൽ ഫങ്ഷനുണ്ട്. ഇത് മെയിനായിട്ട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. എന്താണെന്ന് എക്സാമ്പിൾ പറയാം. അതിൻ്റെ മുന്നേ അതിൻ്റെ ഒരു മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഫങ്ഷൻസ് ഓഫ് എ ലാംഗ്വേജ് വേർ എ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അത് the function of language where transfer of information is involved is called transactional. വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സംസാരത്തെ, കമ്മ്യൂണിക്കേഷനെ ട്രാൻസാക്ഷണൽ എന്ന് പറയാം. വിവരം കൈമാറാൻ. എന്നാൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻ, നമ്മൾ കുടുംബക്കാർ തമ്മിലോ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻ്റെ ഉള്ളിൽ തന്നെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെ, സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റു കാണിക്കുന്ന കമ്മ്യൂണിക്കേഷനെ ഇൻ്ററാക്ഷണൽ എന്നും പറയാം. അപ്പം ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സാധാ കമ്മ്യൂണിക്കേഷൻ രണ്ട് രീതിയിലുള്ള ഫങ്ഷൻ ഉണ്ട്, ട്രാൻസാക്ഷണലും ഇൻ്ററാക്ഷണലും. ഇനി അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ, ബി എന്ന് പറയുന്ന രണ്ടാൾക്കാർ തമ്മിലുള്ള സംസാരമാണ്. ദർ ഇസ് നോ മെസ്സേജ് ഫോർ യു, ബി ഓക്കെ. ചുമ്മാ ഒരു സംസാരമാണ്, അതിന് റിപ്ലൈ കൊടുക്കണമെന്നൊന്നും ഇല്ല, വെറുതെ ചുമ്മാ ഉള്ള ഒരു ഓഫീസിൽ എന്തെങ്കിലും മെസ്സേജ് ആയിരിക്കാം.
നിങ്ങൾക്കിന്ന് മെസ്സേജ് ഒന്നും ഇല്ല, നിങ്ങളോടൊന്നും പറയാനില്ല. ഓക്കെ, കഴിഞ്ഞു. രണ്ടാമത്തെ നോക്കുക. ഹൗ ആർ യു? ഐ എം ഫൈൻ, താങ്ക് യു. ഇതൊരു റിലേഷനെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരോടാണ് നമ്മളിങ്ങനെയൊക്കെ ചോദിക്കുക. എന്തൊക്കെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിൻ്റെ സംസാരം ഇങ്ങനെ നീണ്ടു പോകും, അത് വേറെ. അപ്പം അങ്ങനെ ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ ഇൻ്ററാക്ഷണൽ എന്നും, ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടൊന്നല്ല ഒഫീഷ്യലായിട്ട് നമ്മൾ ചോദിക്കുന്നതിന് ട്രാൻസാക്ഷണൽ എന്നും പറയാം. ബാക്കി ഈ പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. കോൺവെർസേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. കോൺവെർസേഷൻ എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കോൺവെർസേഷൻ. കോൺവെർസേഷനിൽ ഒരാൾക്ക് മാത്രമല്ല റോൾ ഉള്ളത്, രണ്ടാൾക്കും റോൾ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് മാത്രമേ റോളുള്ളൂ, നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രമേ മൈക്ക് ഓൺ ചെയ്ത് പറയാൻ പാടുള്ളൂ എന്നൊക്കെയാണ് ഞാൻ പറയാം. അപ്പോൾ അത് കോൺവെർസേഷൻ അല്ല. എന്നാൽ നിങ്ങളുടെ കോഴ്സിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താനോ മറ്റൊക്കെ നമ്മളൊരു ലൈവ് സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇങ്ങനെയുള്ളതിനാണ് കോൺവെർസേഷൻ എന്ന് പറയാം. അപ്പോൾ കോൺവെർസേഷൻ നടത്തുമ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതും നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് പഠിക്കണം. ഒന്നാമത്തത് ദ കോപ്പറേറ്റീവ് ആൻഡ് പൊളൈറ്റ്നെസ് പ്രിൻസിപ്പിൾ. സഹകരണം ഉണ്ടാവണം, അതുപോലെ തന്നെ പൊളൈറ്റ്നെസ് ഉണ്ടാവണം. എന്താണ് പൊളൈറ്റ്നെസ്? നമ്മൾ താഴ്മയോടുകൂടി സംസാരിക്കണം, മര്യാദ വേണമെന്നർത്ഥം. കോൺവെർസേഷൻ ഈസ് മോർ ദാൻ മിയർലി എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ. കോൺവെർസേഷൻ എന്ന് പറയുന്നത് വെറും ഒരു വിവരം കൈമാറലല്ല. വെൻ പീപ്പിൾ ടേക്ക് പാർട്ട് ഇൻ കോൺവെർസേഷൻ, ഓരോ വ്യക്തിയും എന്താണ്, ടേക്ക് പാർട്ടാണ്, അതായത് പങ്കെടുക്കലാണ്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ഞാൻ തരണം. They bring the conversation process, shared assumptions and expectations about the conversation is how the conversation develop and the sort of contribution they are each expected to make. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതായത് കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് സഹകരണം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ, ഞാനാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള നിങ്ങളോട് ഉള്ള ഒരു സഹകരണം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇങ്ങോട്ട് സഹകരിക്കുകയും വേണം. വെറുതെ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. കോൺവെർസേഷൻ ആകുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടും സഹകരിക്കണം, നിങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊളൈറ്റ്നെസ് ആയിട്ട് പ്രവർത്തിക്കുകയും വേണം. അതാണ് കോൺവെർസേഷനിൽ വേണ്ടത്. ശരിക്കും ഒരു ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഒരു സഹകരണം, നിങ്ങളിങ്ങോട്ട് സഹകരിക്കും, നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നാണ് പറയാം അല്ലേ, അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു സഹകരണമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അതായത് പറയുന്ന കാര്യങ്ങളോട് തന്നെ യോജിച്ച് നിൽക്കാൻ പറ്റണം. ഇവിടെ ചെറിയ സിമ്പിളായിട്ടുള്ള 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വിച്ച് ജനറേറ്റഡ് ഡിഡ് യു ബൈ? അതിന് അനുയോജ്യമായ മീനിങ് ആണ് തരേണ്ടത്, മീനിങ് അല്ല റിപ്ലൈ ആണ് തരേണ്ടത്. ഇറ്റ് ഈസ് ഹോണ്ട, ഹോണ്ടൻ്റെ ജനറേറ്ററാണ് വാങ്ങിയത്. ഇനി ചോദിച്ചു വിച്ച് ജനറേറ്റഡ് ഡിഡ് യു ബൈ? അയാൾ വേറെ എന്തെങ്കിലും ആൻസറാണ് പറഞ്ഞത്. യു കുഡ് ഹാവ് കിൽഡ് ഇറ്റ്. അതുമായി ഒരു ബന്ധവുമില്ല. ഇനി അതിനെ കൊന്നേനെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരാളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് അവിടെ കോപ്പറേഷൻ ഇല്ല. കോൺവെർസേഷൻ ആകുമ്പോൾ നിങ്ങൾ ടി വിയിലൊക്കെ ചില ഡിബേറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. രാഷ്ട്രീയ പാർട്ടിക്കാരാണ് കൂടുതൽ നടത്തുക. അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഴിമതി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ നാട്ടിലെ വികസനത്തിൻ്റെ കാര്യം എടുത്ത് പറയും. എന്നിട്ട് ആ ചർച്ച അങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് ഇതൊന്നും കോൺവെർസേഷൻ അല്ല, ഇതൊക്കെ ബാഡാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ചെയ്യുന്നത് നമ്മൾ സാധാരണ ടി വിയിലൊക്കെ കാണുന്നതാണ്. എന്നിട്ട് ആ പറഞ്ഞ വിഷയം എത്ര എടുത്തിട്ടാലും അതുമായി ബന്ധപ്പെട്ട കാര്യം പറയാതെ അവർ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് തടിയൂരാൻ നോക്കും. ഇതാണ് കോപ്പറേഷൻ ഇല്ലായ്മ എന്ന് പറയാം. സഹകരണം എന്ന് പറഞ്ഞാൽ ആ ചോദിച്ച വിഷയത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ വരുന്നത് അഡ്ജാസൻസി, അതായത് കോൺവെർസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ഒരു സംഗതിയാണ് ഒത്തുപോവുക. അഡ്ജാസൻസി പേഴ്സ് ഓൺ ദ വേ ദ മീനിങ് ഓഫ് കമ്മ്യൂണിക്കേറ്റഡ് interrupted in conversation is through the use of what have been called adjacency pairs. It is adjacency pairs are utterance produced two successive speakers such that the second utterance is identified related to the first as an expected follow. എന്താണോ
എന്ത് വിഷയത്തിനെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത് ആ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അതുമായി തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ട് പോവുക. അതിനെയാണ് അഡ്ജാസൻസി പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ രണ്ടാൾ തമ്മിൽ കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് ഒരാൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട സംസാരത്തിന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട നല്ലൊരു മറുപടി. ഇതൊക്കെ നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഫോളോ ചെയ്യുന്നതാണ്. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അനുയോജിക്കുന്ന രൂപയിൽ അതിന് നമ്മൾ ഈ തറുതല പറയാമെന്നൊക്കെ ഉണ്ടല്ലോ, ഓപ്പോസിറ്റായിട്ട് പറയാം. ഇങ്ങോട്ട് പോകാമെന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോവുക, അതിൽ വരില്ല എന്ന് പറയാം. അങ്ങനെയൊന്നും അല്ലാണ്ട് അവരുടെ കൂടെ തന്നെ ഫോളോ ചെയ്യുക. അതിന് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹായ് എന്ന് പറഞ്ഞാൽ തിരിച്ചും ഹായ് എന്ന് തന്നെ പറയുക. പിന്നെ ദാറ്റ്സ് എ നൈസ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങളുടെ ഡ്രസ്സ് അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, വെറുതെ അയാളെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, എന്ത് പറഞ്ഞാൽ മതി, ദാറ്റ്സ് നൈസ്. അങ്ങനെ യുവർ ഡ്രസ് ഈസ് ദാറ്റ്സ് എ നൈസ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ താങ്ക്സ് അപ്പോൾ തന്നെ പറയാം. അപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ സാധാരണ മലയാളത്തിലൊന്നും അത്രയും പൊളൈറ്റ്നെസ് ഇല്ല. ഇംഗ്ലീഷിൽ ഭയങ്കര പൊളൈറ്റ്നെസ് ആണ്. എപ്പോഴും താങ്ക് യു പറയും, എപ്പോഴും പ്ലീസ് പറയും, എപ്പോഴും എക്സ്ക്യൂസ് പറയും. അതുകൊണ്ട് തന്നെ ഇത് വളരെ പൊളൈറ്റീവായിട്ടുള്ളൊരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അഡ്ജാസൻസി പേഴ്സ് ഉണ്ടാവണം. പരസ്പരം എന്താ പറയുക, റിപ്ലൈ കൊടുക്കുന്ന രൂപത്തിലുള്ള മറുപടികൾ അതിൽ ഉണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. പിന്നെ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ്. എന്ത് കോൺവെർസേഷൻ ആണെങ്കിലും വെറുതെ വന്നിട്ട് എന്തെങ്കിലും അങ്ങോട്ട് പറയില്ല. അപ്പം നമ്മൾ സാധാരണ സംസാരം പോലും ഒരു ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഫോണിൽ നമ്മൾ ഫോൺ അങ്ങോട്ട് റിങ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, ആരാണ് എന്താണെന്നൊന്നും പറയാണ്ടേ. അത് ഇൻട്രൊഡക്ഷൻ ഇല്ലാത്തൊരു സംസാരമാണ്. നമ്മൾ മൊബൈലിൽ കൂടെ ആണെങ്കിലും ശരി, നമ്മുടെ പേരയാൾക്ക് കാണാമെങ്കിലും ശരി, നമ്മൾ ഫോൺ എടുത്തിട്ട് വേഗം കാര്യം പറയരുത്. കാരണം അപ്പുറത്തെ ഫോൺ ആരെ എടുത്തത് നമുക്കറിയില്ല. അപ്പോൾ അത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഫോൺ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിലെ ടോപ്പിക്കല്ല ഞാൻ പറയുന്നത് കേട്ടോ, കോമൺ ആയിട്ട് സംസാരിക്കുന്ന കാര്യമാണ്. ഫോൺ എടുത്തിട്ട് ഇന്ന ആളാണോ എന്ന് ചോദിക്കുക, എന്നിട്ട് ഇത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് വേണം കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങാൻ. ഒരു ഇൻട്രൊഡക്ഷൻ അതിൻ്റെ മുന്നേ വിളിച്ചിട്ട് ഹലോ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു ആ ഇൻട്രൊഡക്ഷനൊക്കെ തീർന്നിട്ട് വേണം. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കോൺവെർസേഷൻ നടത്തുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷനും ക്ലോസിങ്ങും വേണം. അതിങ്ങനെ സാധാരണ ചില കോൺവെർസേഷനൊക്കെ തല്ലി പിരിഞ്ഞ് പോകാറാണ് പതിവ്. തുടക്കത്തിലും ഇൻട്രൊഡക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ തുടങ്ങും. അപ്പോൾ അങ്ങനെ ആവരുത്. ഓപ്പണിങ്ങും ഒരു ക്ലോസിങ്ങും ഉണ്ടാവണം. അതിന് മാന്യമായ രീതിയിലുള്ള ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ടാവണം. അതിന് അതിൻ്റേതായ സ്വഭാവ ഗുണങ്ങളൊക്കെ കാണിക്കുകയും വേണം. അത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അതിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംസാരം തുടങ്ങുന്നത് ഗുഡ് മോർണിംഗിൽ തുടങ്ങിയിട്ട് ലാസ്റ്റ് താങ്ക് യു, യു ആർ വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് വേണം അവസാനിപ്പിക്കാൻ. അപ്പോൾ താങ്ക് യു പറഞ്ഞാൽ പല ആൾക്കാരും അങ്ങോട്ട് അവസാനിപ്പിക്കാറാണ് പതിവ്. ഒരാൾ ഒരു താങ്ക് യു പറഞ്ഞു, ഒരു ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുത്തു, അതിന് അയാൾ താങ്ക് യു പറഞ്ഞു. ഞാൻ സാധാരണ പലപ്പോഴും ശ്രമിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ വ്യക്തിയോ താങ്ക് യു പറഞ്ഞാൽ അതിനൊരു റിപ്ലൈ ഞാൻ കൊടുക്കും. അത് യു ആർ വെൽക്കം എന്നാണ്, അതും കൂടി അതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്. അപ്പം അങ്ങനെ വേണം ഒരു ഇത് ക്ലോസ് ചെയ്യാൻ. പിന്നെ ടോപ്പിക് ഡെവലപ്മെൻറ്റ്. അനദർ ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻ ഓഫ് കോൺവെർസേഷണൽ ഓർഗനൈസേഷൻ is the way of topic are selected for the discussion within the strategy used by the speakers to introduce, develop or change topic within the conversation. നമ്മൾ കോൺവെർസേഷന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ നമുക്ക് സംസാരിക്കാനാണ്, അതിലൊരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ടോപ്പിക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. അല്ലെങ്കിൽ നമ്മൾ കോമൺ സംസാരത്തിൽ പോലും, ഇപ്പോൾ നിങ്ങൾ ഒരു കല്യാണത്തിന് പോയി അവിടെ ഒരു 2-3 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ്. അവിടെ നിങ്ങൾ സംസാരിക്കാൻ പല കാര്യങ്ങളും സംസാരിക്കാനല്ലേ. നിങ്ങളൊരു യാത്രയിലാണെന്ന് വിചാരിക്കുക, ആ യാത്രയിൽ നിങ്ങളുടെ അടുത്ത് വേറൊരാൾ വന്നിരുന്നു, അവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണം. എന്ത് സംസാരിക്കും? അവിടെ നിങ്ങൾ ടോപ്പിക്ക് ഡെവലപ്പ് ചെയ്യണം. എന്തും സംസാരിക്കാൻ പറ്റില്ല. അയാളോട് എന്ത് സംസാരിക്കാനാണോ കംഫർട്ട് ആവുക എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. ചിന്തിച്ചിട്ട് ആ വിഷയം നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് സംസാരിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അത്. വെറും ഒരു യാത്രയുടെ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ടോക്കിംഗ് ആണ് ഞാൻ പറയുന്നത്. എന്നാൽ ഒരു ഇവൻറ്റിലൊക്കെ സംസാരിക്കുമ്പോൾ അപ്പോഴും നമ്മൾ ഇതേപോലെയുള്ള പ്രോസസ്സൊക്കെ കൈകാര്യം ചെയ്യണം. ടോപ്പിക്ക് ഡെവലപ്മെൻറ്റ്, ഏറ്റവും നല്ല ടോപ്പിക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ദെൻ കോൺവെർസേഷനിലെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടേൺ ടേക്കിംഗ്. ടേൺ എന്ന് പറഞ്ഞാൽ അവസരം കൊടുക്കലാണ്. എൻ്റെ ടേൺ, നിൻ്റെ ടേൺ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിൽ കോൺവെർസേഷൻ ബൈ ഡെഫിനിഷൻ ഇൻവോൾവ്സ് 2 or more people. കോൺവെർസേഷനിൽ 2 അതിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും.
ബട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോക്കിംഗ് അമംഗ് പാർട്ടിസിപ്പൻസ് നോട്ട് മിയർലി റാൻഡം. അതിലെ പാർട്ടിസിപ്പൻസ് ഒക്കെ എന്ത് ചെയ്യണം, റാൻഡമായിട്ട് സംസാരിക്കാൻ, ഒരാൾ കഴിഞ്ഞ് ഒരാൾ അങ്ങനെ സംസാരിക്കാനുള്ള അവസരം കൊടുക്കും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇലക്ഷൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു TV ചാനലിൽ ഒരു പ്രോഗ്രാം നടത്തി. അതിൽ ഒരു ആങ്കറിനെ വെച്ചിട്ട്, ഏതൊരു ആങ്കർ, നമ്മളവിടെ കണ്ട് പരിചയമില്ലാത്തൊരു ആങ്കറാണ്, അദ്ദേഹത്തെ വെച്ചിട്ട് ഒരു രാഷ്ട്രീയ ഡിബേറ്റ് നടത്തി. അതിൽ കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന കുറച്ച് വലിയ നേതാക്കന്മാരെയാണ് അതിൽ വിളിച്ചത്. വലിയൊരു പ്രോഗ്രാമായിട്ടൊരു ഡിബേറ്റ് അവിടെ വെച്ചു. എന്നിട്ട് ആങ്കർ വന്നു. ആങ്കർ വന്നിട്ട് ആങ്കർ അങ്ങോട്ട് സംസാരിക്കുകയാണ്. കൂടുതലുള്ള ആളുകൾക്ക്, അതായത് വന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് സംസാരിക്കാൻ സമയം കൊടുക്കുന്നില്ല. അവരെന്തെങ്കിലും പറയുമ്പോഴേക്കും ഇയാൾ പിന്നെയും സംസാരിച്ച് തുടങ്ങുകയാണ്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടിക്കാർ ആദ്യം PC ജോർജ് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. പിന്നെ അതിൻ്റെ ബാക്കിൽ അടുത്ത ആൾ ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഓരോരുത്തരും ആ ഒരു എന്താ പറയുക, ആ ഡിബേറ്റിൽ നിന്ന് ഇറങ്ങി ദേഷ്യം പിടിച്ച് ഇറങ്ങി പോവുകയാണ്. ആ പരിപാടി അതോടെ നിർത്തുകയാണ്. ആ ചാനലിനാകെ നാണക്കേടാവുകയാണ്. ഇത് സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടേൺ ടേക്കിങ് കൊടുത്തില്ല എന്നാണ്. അതായത് ഓരോരുത്തർക്കും അവസരം കൊടുക്കണം. ആ അവസരം കൊടുക്കുന്നതിനാണ് ടേൺ ടേക്കിംഗ് എന്ന് പറയുന്നത്. ഇതിനടുത്തത് റിപ്പയേഴ്സ് ആണ്. റിപ്പയേഴ്സ് എന്ന് പറയുന്നത് ചില സംസാരം ചില വ്യക്തികൾക്ക് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പെട്ടെന്ന് ഒറ്റ ഭാഷയിലാണ്ട് പറയുമ്പോൾ മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാവാണ്ടിരുന്നാൽ അത് ഒന്നുകൂടെ മനസ്സിലാക്കി കൊടുക്കുന്നതിനെയാണ് റിപ്പയർ എന്ന് പറയുക. ഓക്കെ, വേണ്ട എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മൽഹോത്ര ഈസ് ഇൻ ഹിസ് ഓഫീസ്. മൽഹോത്ര ഇവിടെ ഇല്ല. അപ്പോൾ ബി സോറി, മൽഹോത്രയ്ക്ക് കാര്യം പിടിയില്ല, ആളിവിടെ ഇല്ലേ, ഇനി ഇല്ലേ, ഇനി ആൾ മരിച്ചു പോയോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. അപ്പോൾ ഒന്നുകൂടെ റിപ്പയർ ചെയ്തു അതിനെ. മൽഹോത്ര ഈസ് നോട്ട് ഇൻ ദിസ് ഓഫീസ് അറ്റ് എ മൊമെൻറ്റ്. ഇപ്പോൾ ഇവിടെ ഇല്ല, കുറച്ച് കഴിഞ്ഞാൽ വരും. ഓക്കെ, അപ്പോൾ ക്ലിയറായി. ഇതാണ് ആ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺവെർസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. ഇത്രയും ടോപ്പിക്കോടുകൂടി ഈ ഒരു യൂണിറ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ക്ലാസ് ഇതിലുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം. ഞാനിത് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.